മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റിന് ഉള്ള പ്രാർത്ഥന വളരെ ശക്തിദായകമാണെന്ന് അനേകം പേർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒരുമിച്ചിരുന്ന് വചനം ശ്രവിക്കാനും ധാരാളം മക്കൾ കാണിക്കുന്ന ആ വലിയ മനസ്സ് ഇതിൻ്റെ അടയാളമാണ്. എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും എന്നെ വളരെയധികം സന്തോഷിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിഗണന ഉള്ളവരാണ് അനാഥ വിധവകൾ, പരദേശികൾ. അവരോട് കർത്താവിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പരിഗണനയുണ്ട്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതരാണ്. ഇതാ വചനം പറയുന്നു, മത്തായി 10:42, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയവരെ വളർത്തുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മാതാവ് തൻ്റെ ഹൃദയം തുറന്നു കാണിക്കുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ വിനയത്തിൻ്റെ മാതൃക സ്നാപയോഹന്നാൻ കാണിച്ചു തരുന്നത്. ആരാണ് ഈ ചെറിയവൻ? വൈകല്യമുള്ളവർ, കണ്ണുണ്ട് കാഴ്ചയില്ലാത്തവർ, ചെവിയുണ്ട് കേൾവിയില്ലാത്തവർ, അവർ എളിയവരാണ് സമൂഹത്തിൻ്റെ മധ്യത്തിൽ. ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒന്നുമില്ലാത്തവർ, വീടും കിടപ്പാടവും, കിടക്കാൻ ഒരു മുറിയോ ഇരിക്കാൻ ഒരു കസേരയോ ഒന്നുമില്ലാത്തവർ, ഒന്നും ആകാൻ പറ്റാത്തവർ, ഒത്തിരി പരിശ്രമിച്ചു ഒരിടത്തും എത്തിച്ചേരാൻ പറ്റാത്തവർ, അവരൊക്കെ കർത്താവിൻ്റെ മുമ്പിലെ എളിയവരാണ്, ചെറിയവരാണ്. എങ്കിലും പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഈ എളിയവർ പലപ്പോഴും പ്രശ്നക്കാരല്ല, പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നവരാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവം അഹങ്കാരികൾ എതിർക്കുകയും എളിമയുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്നു. ഈശോ പറയാണ്, കഴിവിനൊത്ത് സഹായിക്കുക. വാർദ്ധക്യത്തിൽ ഉള്ള മാതാപിതാക്കന്മാർ, ദൈവഭക്തർ, എളിമയുള്ളവർ, നല്ലവർ, വീണ് കിടക്കുന്ന ശത്രുവിൻ്റെ മൃഗത്തെ പോലും എഴുന്നേൽപ്പിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രോഗം മാറ്റുന്ന ഡോക്ടറാകാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് കൊടുത്തുകൂടെ? കാലില്ലാത്തവർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒന്ന് കരം നീട്ടി കൊടുത്തുകൂടെ? ചെറിയവരെ സഹായിച്ചാൽ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.